2 raised 5 into 3 raised 6 divided by 9 square into 4 square plus 7 is equal to ഇവിടെ മിസ്സിംഗ് നമ്പറാണ്, അതിന് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ മിസ്സിംഗ് നമ്പറാണ് നമ്മൾ കാണേണ്ടത്. ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്, 2 3 ഒക്കെ പ്രൈം നമ്പേഴ്സാണ്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, സ്പ്ലിറ്റ് ചെയ്യേണ്ട പറ്റില്ല സ്പ്ലിറ്റ് ചെയ്യാൻ. അപ്പോൾ 2 raised 5 അങ്ങനെ 2 ഇൻറ്റു 3 raised 6 അതുപോലെ 2. 9 നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ, 3ൻ്റെ സ്ക്വയർ ആണ് 9, 3 ഇൻറ്റു 3. അപ്പോൾ ഈ 9ന് പകരം നമ്മൾ 3 സ്ക്വയർ എന്നിട്ടു, 9ന് പകരം 3 സ്ക്വയർ, പിന്നെ ആ സ്ക്വയർ ഇടണം, ഹോൾ സ്ക്വയർ ഇൻറ്റു അതുപോലെ 4നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 സ്ക്വയർ എന്ന് എഴുതാം. 4നെ 2 സ്ക്വയർ എന്ന് എഴുതാം, അതിന് സ്ക്വയർ ഉണ്ട്. പിന്നെ പ്ലസ് 7 ഈക്വൽ ടു നമുക്കിത് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. വീണ്ടും ഇത് അതുപോലെ എഴുതുക, 2 raised 5 ഇൻറ്റു 3 raised 6 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക, ലോ ഓഫ് എക്സ്പോണൻറ്റ് എ റേസ്ഡ് എം ഹോൾ റേസ്ഡ് എൻ ഇസ് ഈക്വൽ ടു എ റേസ്ഡ് എം ഇൻറ്റു എൻ ആണ്. അങ്ങനെ വരുമ്പോൾ ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതുപോലെ ഇവിടെ എന്ത് വരും, പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 3 raised 2 ഇൻറ്റു 4 ഇൻറ്റു അതുപോലെ ഇവിടെ 2 raised 2 ഇൻറ്റു 2 4 പ്ലസ് 7 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. പിന്നെ ന്യൂമറേറ്റർ അതുപോലെ ഇടുക, 2 raised 5. ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് എ റേസ്ഡ് എം ബൈ എ റേസ്ഡ് എൻ, ലോ ഓഫ് എക്സ്പോണൻ്റ് ആണ്, ഇസ് ഈക്വൽ ടു എ റേസ്ഡ് എം മൈനസ് എൻ. അതായത് ബേസ് ഈക്വൽ ആയിരുന്നു, ഡിവിഷൻ വരുമ്പോൾ നമുക്ക് ആ ബേസ് എഴുതിയിട്ട് ന്യൂമറേറ്ററിൻ്റെ പവറിൽ നിന്ന് ഡിനോമിനേറ്ററിൻ്റെ പവർ സബ്ട്രാക്ട് ചെയ്താൽ മതി. അതുപോലെ ഇവിടെ 2 raised 5ഉം ഇതും കൂടി എടുക്കണം, അപ്പോഴേ ബേസ് 2 ആണ്, ഈക്വൽ ആണ്. അപ്പോൾ ബേസ് ഈക്വൽ ആവണം. അപ്പോൾ ഇത് എടുക്കരുത്, ഇത് ഇതിനോട് ചേർന്ന് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ എന്ത് വരും, എ റേസ്ഡ് എം മൈനസ് എൻ. അതുപോലെ ഇവിടെ 2 raised എന്ത് വരും, 5 മൈനസ് 4 ഇൻറ്റു ഇട്ടിട്ട് അതുപോലെ 3 ഇൻറ്റു ചെയ്യുക. എന്താണ്, 3 raised 6 മൈനസ് 4, 6 മൈനസ് 4 അതെഴുതി. പിന്നെ പ്ലസ് 7 ഇതപ്പോൾ ഒന്ന് ബ്രാക്കറ്റ് ഇടാം നമുക്ക്, ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് 2 raised 5 മൈനസ് 4 1 ആണ്, അപ്പോൾ 2 raised 1 2 ആണ്, ഇൻറ്റു 3 raised എത്ര വരും, 3 raised 6 4 കുറച്ച് 2 ബ്രാക്കറ്റിൽ പ്ലസ് 7 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് 9 ആണ്, 9 ഇൻറ്റു 2 18, 7 കൂട്ടുക 25, 3 സ്ക്വയർ 9 ഇൻറ്റു 2 18 7 കൂട്ടിയ 25 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ 25 ആണെങ്കിൽ എക്സ് എങ്ങനെ കാണുക, റൂട്ട് ഓഫ് 25, ഉത്തരം 5.